ഹായ്, എല്ലാവർക്കും നിതിക യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ ഒപ്പം കഴിക്കാവുന്ന ഒരു ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയിട്ട് വരാം. ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു തേങ്ങയുടെ ഹാഫ്, ഒരു വലുതല്ല ചെറിയ തേങ്ങയാണത്, ചെറു തേങ്ങയുടെ പകുതി, പിന്നെ പുളി, പിന്നെ വേണ്ടത് സവാള, അത് ഇത്രയും വരുന്നൊരു സവാള. അപ്പോൾ ഞാനിതൊരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുള്ളൂ, ഞങ്ങൾക്ക് 2 പേർക്ക് മാത്രം മതി. പിന്നെ വേണ്ടത് മുളക് പൊടി, ചുവന്ന മുളക് പൊടി. അപ്പം ഇത്രയാണ് വേണ്ട സാധനങ്ങൾ. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ജാറിനകത്തേക്ക് ഇടാം. എല്ലാം കൂടി ഒരുമിച്ച് വേണം ഇടാൻ. ഇനി മുളക് പൊടിയാണ്. മുളക് പൊടി നമ്മളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള, ഞാനിപ്പോൾ 2 ചെറിയ സ്പൂണാണിത്, ഇത്ര ഇടുന്നുള്ളൂ, ഒരു 3 സ്പൂൺ. മുളക് ആവശ്യത്തിന് ഇട്ടാൽ മതി, അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ടാൽ മതി. ശേഷം കുറച്ചുപ്പ് കുറച്ചിട്ടാൽ മതി, വേണമെങ്കിൽ പിന്നെ ഇടാം. അതിനുശേഷം വെള്ളം ഒഴിക്കുക, എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ചട്നി. ഇനി നമുക്ക് ഇത് കടുക് വറുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക ചീനിച്ചട്ടിയിൽ. ചീനിച്ചട്ടി ഓണാക്കിയിട്ടുണ്ട്. കുറച്ച് എണ്ണ, ഒരുപാട് ഒഴിക്കുന്നില്ല, കുറച്ചേ ഉള്ളൂ. അതിന് ശേഷം കടുക് ഇടുക. ആവശ്യത്തിന് കടുക് പൊട്ടുമ്പോഴത്തേനും അതിനുശേഷം വറ്റൽമുളക് ഇടാം. ശേഷം കറിവേപ്പില ഇതായിട്ടുണ്ട്. ഇനി ഈ ചട്നി ഒഴിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വറ്റൽമുളക് എടുത്ത് മാറ്റാം, കാരണം നമ്മൾ എരിവിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് നല്ലതായിട്ട് തിളപ്പിക്കണം. അപ്പോൾ ഇത് കൂടി ഒന്നും കൂടി ഇതിൻ്റെ ഉള്ളിലായി കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി എരിവ് ഒരുപാട് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വേണ്ടവർക്ക് ഇത് മുളകെടുത്ത് മാറ്റാം. എന്നിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് വേണമെങ്കിൽ ഇടാം. എന്നിട്ട് നന്നായിട്ട്, നമ്മൾ സാധാരണ ചട്നി അങ്ങനെ തിളപ്പിക്കാറില്ലല്ലോ, ഇത് നന്നായിട്ട് തിളപ്പിക്കണം. ഈ ചട്നി നന്നായിട്ട് തിളപ്പിച്ച് വറ്റിക്കണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കാരണം ഉള്ളി നമുക്ക് പച്ചക്കല്ലേ ഇട്ടിരിക്കുന്നത്, അപ്പോൾ അത് കുറച്ച് നന്നായിട്ട് വേഗണം, അത് ഉള്ളി. അപ്പോൾ നന്നായിട്ട് തിളപ്പിക്കണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പുളി കുറച്ചും കൂടി ആവശ്യമുണ്ടെങ്കിൽ പുളി കുറച്ചും കൂടി ഇടാം, നമുക്ക് ആവശ്യത്തിന്. ഇനിയിപ്പോൾ പുളി വേണ്ട എന്നുള്ളവരാണെങ്കിൽ പുളി ഇടേണ്ട ആവശ്യമില്ല. സാധാരണ നമ്മൾ ചട്നി ഇത്രയും തിളപ്പിക്കാറില്ലല്ലോ, ഇത് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ച് നമുക്ക് ആവശ്യത്തിന് ചാറ് വേണ്ടവർക്ക് അങ്ങനെ ഇടാം. പിന്നെ നിങ്ങൾക്ക് പുളി വേണ്ടെങ്കിൽ പുളി ഇടണ്ട. അപ്പോൾ പുളിയൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഈ ഒരു ചട്നി നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ പുളി വേണമെങ്കിൽ ഇട്ടാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ മുളക്, തേങ്ങ, പിന്നെ ഉള്ളി, ഇത്രയും മതി. നന്നായിട്ട് തിളപ്പിക്കുക. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്, തിളച്ച് നന്നായിട്ട് വറ്റിയിട്ട് ഉണ്ടോ. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പം ഇഡ്ഡലിക്കൊപ്പമാണ് ഞാൻ ഈ ചട്നി ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ചട്നി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.